നമസ്കാരം, പ്രവാസി മലയാളി പ്ലസിലേക്ക് സ്വാഗതം. ചെറിയ പെരുന്നാളിന് മുന്നോടിയായി പുതിയ കറൻസിക്കായുള്ള ഉപഭോക്താക്കളുടെ ആവശ്യം നിറവേറ്റുന്നതിനായി വിവിധ മൂല്യങ്ങളിലുള്ള പുതിയ കുവൈറ്റ് കറൻസി നോട്ടുകൾ എല്ലാ പ്രാദേശിക ബാങ്കുകൾക്കും നൽകുന്ന നടപടി പൂർത്തിയാക്കിയതായി കുവൈറ്റ് സെൻട്രൽ ബാങ്ക് അറിയിച്ചു. കുവൈറ്റ് ദിനാർ 5ാം എഡിഷൻ നോട്ടുകൾ മാറാനാണ് സെൻട്രൽ ബാങ്ക് സൗകര്യം ഒരുക്കിയിട്ടുള്ളത്. ഇത്തരം നോട്ടുകൾ കൈവശമുള്ളവർ സെൻട്രൽ ബാങ്കിന്റെ ഫിനാൻഷ്യൽ ഹാൾ സന്ദർശിച്ച് നോട്ടുകൾ കൈമാറേണ്ടതാണ്. നോട്ട് കൈമാറേണ്ടവർ വ്യക്തിഗത തിരിച്ചറിയൽ രേഖ കൊണ്ടുവരണമെന്നത് നിർബന്ധമാണ്. എല്ലാ മൂല്യങ്ങളിലുമുള്ള പുതിയ കുവൈറ്റ് കറൻസി നോട്ടുകൾ ആവശ്യമുള്ളവർ ഔദ്യോഗിക പ്രവൃത്തി സമയങ്ങളിൽ അവരുടെ ബാങ്ക് ശാഖകൾ സന്ദർശിക്കണമെന്നാണ് ബാങ്കിന്റെ നിർദ്ദേശം. അയാദി പണമിടപാട് സേവനം നൽകുന്ന നിയുക്ത ശാഖകളുടെ സ്ഥലങ്ങളും പുതിയ കറൻസി നോട്ടുകൾ ലഭിക്കുന്നതിന് ബാങ്കുകൾ ഉപഭോക്താക്കൾക്ക് നൽകുന്ന മറ്റ് രീതികളും കുവൈറ്റ് ബാങ്കുകൾ അറിയിക്കും. 2015 പിൻവലിച്ച കുവൈറ്റ് കറൻസിയുടെ 5ാം പതിപ്പ് കൈവശമുള്ളവർക്ക് അവ മാറ്റി ലഭിക്കാൻ ഏപ്രിൽ 18 വരെയാണ് അവസരമുള്ളത് എന്ന് കുവൈറ്റ് സെൻട്രൽ ബാങ്ക് അറിയിച്ചിട്ടുണ്ട്. സെൻട്രൽ ബാങ്ക് ആസ്ഥാനത്തെ ബാങ്കിംഗ് ഹാളിൽ നേരിട്ടെത്തി നോട്ടുകൾ സമർപ്പിക്കേണ്ടതാണ്. നോട്ട് കൈവശമുള്ളവർ വ്യക്തിഗത തിരിച്ചറിയൽ രേഖ ഹാജരാക്കി നിർദ്ദിഷ്ട ഫോം പൂരിപ്പിച്ച് നൽകേണ്ടതാണ്. 2015 ഏപ്രിൽ 19 കുവൈറ്റ് കറൻസിയുടെ 5ാം പതിപ്പ് പിൻവലിച്ചത്. നോട്ടുകൾ കൈമാറ്റം ചെയ്യേണ്ടവർ സെൻട്രൽ ബാങ്കിന്റെ പ്രധാന കെട്ടിടത്തിലെ ബാങ്കിംഗ് ഹാളിൽ നേരിട്ട് എത്തേണ്ടതാണ്. അതിനായി വ്യക്തിഗത തിരിച്ചറിയൽ രേഖ ഹാജരാക്കുകയും ആവശ്യമായ ഫോം പൂരിപ്പിച്ച് കൊടുക്കുകയും വേണം. ബാങ്കിംഗ് ഹാളിന്റെ പ്രവർത്തന സമയം റംദാൻ കാലത്ത് രാവിലെ 10 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ ആയിരിക്കും. റമദാന് ശേഷം രാവിലെ 8 മണി മുതൽ ഉച്ചയ്ക്ക് 2 വരെ ആയിരിക്കും പ്രവൃത്തി സമയം. 2015 ഏപ്രിൽ 19 കുവൈറ്റ് കറൻസിയുടെ 5ാം പതിപ്പ് ഔദ്യോഗികമായി പിൻവലിച്ചത്. ഈ വിഭാഗത്തിൽപ്പെട്ട നോട്ടുകൾ കൈവശമുള്ളവർ നിർദ്ദിഷ്ട കാലാവധിക്ക് മുൻപായി അവ കൈമാറി പകരം നോട്ടുകൾ സ്വീകരിക്കണമെന്നതാണ് സെൻട്രൽ ബാങ്ക് അധികൃതർ നൽകിയിട്ടുള്ള മുന്നറിയിപ്പ്. ഇതിന്റെ ഗുണവശം ലഭിക്കുന്നത് ഇന്ത്യക്കാർക്ക് കൂടിയാണ്. കാരണം സെൻട്രൽ അഡ്മിനിസ്ട്രേഷൻ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ വിഭാഗം പുറത്തിറക്കിയ ലേബർ റിപ്പോർട്ട് പ്രകാരം കുവൈറ്റിൽ സ്വകാര്യ മേഖലയിൽ ഏറ്റവും കൂടുതലും ഉള്ളത് ഇന്ത്യക്കാരാണ് എന്നാണ് കണക്കുകൾ പറയുന്നത്. 2024 80,000-ഓളം ജീവനക്കാരുടെ വർധനവാണ് ഈ മേഖലയിൽ ഉണ്ടായിട്ടുള്ളത്. സ്വകാര്യ മേഖലയിൽ സ്വദേശികളടക്കം 21,87,460 ജീവനക്കാരുണ്ട് എന്നാണ് കണക്കാക്കിയിട്ടുള്ളത്. ഇതിൽ തന്നെ 79.4% പ്രവാസികളാണ്. ഇതിൽ ഇന്ത്യക്കാരാണ് ഏറ്റവും കൂടുതലുള്ളത്. പ്രധാനപ്പെട്ട 10 രാജ്യങ്ങളിലുള്ളവരുടെ പട്ടികയാണ് പുറത്തുവിട്ടിരിക്കുന്നത്. ഇന്ത്യക്കാർ 2023 5,26,808 ആയിരുന്നത് കഴിഞ്ഞ വർഷം 5,60,60,787 ആയാണ് ഉയർന്നിട്ടുള്ളത്. 2ാം സ്ഥാനത്ത് 4,78,008 പേരായി ഈജിപ്തുകാരാണ് ഉള്ളത്. 3ാമതാണ് കുവൈറ്റുകളുള്ളത്. അവരുടെ എണ്ണം 4,51,404 പേരാണ്. 2023 അപേക്ഷിച്ച് സ്വദേശികളിൽ 2,576 പേരുടെ വർധനയും കഴിഞ്ഞ വർഷം രേഖപ്പെടുത്തിയിട്ടുണ്ട്. രാജ്യത്തെ പ്രവാസികളിൽ ഏറ്റവും അധികം ഇന്ത്യക്കാരാണ്. 10 ലക്ഷത്തിലധികം ഗാർഹിക വിഭാഗത്തിൽ ജോലി ചെയ്യുന്നവരിലും ഇന്ത്യയിൽ നിന്നുള്ളവരാണ് എന്നുള്ളതും പ്രത്യേകം എടുത്തു പറയേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യക്കാർ ഉൾപ്പെടെയുള്ള ആൾക്കാർക്കാണ് കുവൈറ്റ് ദിനാർ 2015 വേർഷൻ കൈവശമുള്ളവര് 5ാം പതിപ്പ് ആണ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് ഔദ്യോഗികമായി പിൻവലിച്ചത് 2015 ഏപ്രിൽ 19 ഇത് കൈവശം ഇപ്പോഴും ഉള്ളവർക്ക് പുതിയ കുവൈറ്റ് ദിനാർ വാങ്ങുന്നതിനുള്ള അവസരമാണ് ഇപ്പോൾ ഒരുക്കിയിട്ടുള്ളത്. കൂടുതൽ വാർത്തകൾക്ക് പ്രവാസി പ്ലസ് സബ്സ്ക്രൈബ് ചെയ്യും.